ഈ വണ്ടിയുടെ പേരെന്തോ മക്കളെ? ടിപ്പർ. ടിപ്പർ എന്തോന്നാണ്? ആ കുഞ്ഞാളെ എന്താണ് നീ അമ്മയുടെ സംസാരിക്കാൻ പോയിട്ട്? എന്തോന്നാവാൻ ചേട്ടത്തിയായിട്ട് കമ്പനി കൂടല്ലെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ വേണോ? എന്റെ മണ്ടത്തരം കളയാൻ ഇനി അമ്മയെടുത്ത് മാത്രമേ പറയാമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് തെറ്റ് പറയാൻ പറ്റില്ലടാ. ഒരു പെറ്റ തള്ളായിരുന്ന സ്ഥിതിക്ക് നിന്റെ മണ്ടത്തരം ആദ്യം കേൾക്കാനുള്ള അവകാശം അവർക്കില്ലേ? ആ എന്തൊക്കെ ആയാലും ഇനി അമ്മയെ കുറച്ചാളത്തേക്ക് സ്നേഹം കൊണ്ട് വീർപ്പ് പൊട്ടിക്കാൻ തീരുമാനിച്ചു. അത് നന്നായി. എനിക്ക് ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ അമ്മ അങ്ങ് സ്നേഹം കൊണ്ട് വീർപ്പ് പൊട്ടിക്കാറുണ്ട്. അത് അത് കണ്ടോ ഇവളുണ്ടോ, ഇവളൊരൊറ്റ ഒരുത്തി അമ്മയെടുത്തും എല്ലാം എരിയേറ്റി കൊടുക്കുന്നത്. എടാ ഞാൻ എരിയേറ്റ് കൊടുത്തൊന്നും അല്ല, ഞാൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അത് വിട്. എന്തായാലും കുഞ്ഞാളെ അമ്മ വീർപ്പ് പൊട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എടി സ്നേഹം കൊണ്ടേ. ഓ അങ്ങനെ. സ്നേഹം കൊണ്ട് ശരി. ചേച്ചി അളേ ഞാൻ പോകുന്നില്ലേ? ശരി. ഇതെന്ത് കാണിക്കുന്നേ? കുഴപ്പമില്ല, 2 ദിവസത്തേക്കാണ് വിട്ടാ. 2 ദിവസത്തേക്കേ ഉള്ളൂ. എൻ്റെ അമ്മ ഒന്ന് സോപ്പിടാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിങ്ങനെ കാണിക്കണോ? ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ രീതി ഉണ്ടല്ലോ, നാത്തു വിഷമിക്കണ്ട. അതൊക്കെ വിട്, ഞാൻ വേറൊരു പ്രശ്നപ്പെട്ടിരിക്കാന്നേ. എന്ത് പറ്റിയാ? ശംഭുവിന് എന്നോട് ഇച്ചിരി സ്നേഹം കുറവാന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും പറഞ്ഞു കാണുമല്ലോ. അത് ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ പറഞ്ഞായിരുന്നു. വളരെ നന്നായി. എന്നിട്ടിപ്പോ 4 എണ്ണം കൂടെ എന്റെ കൂടെ കൂടിയിട്ട് അങ്ങോട്ട് വീർപ്പ് മുട്ടിച്ചിട്ട് സമാധാനം തരുന്നില്ല, സ്നേഹിച്ചങ്ങ് കൊല്ലുവാ. 4 ചേച്ചിക്ക് 3 മക്കളല്ലേ? അതവർ 4 സൈഡിൽ നിന്ന് കൂടെ വന്നപ്പോ എനിക്ക് കണക്ക് തെറ്റിപ്പോയതാ. അടിപൊളി. കുറച്ചു മുമ്പ് സ്നേഹിക്കുന്നില്ലെന്നും പറഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ സ്നേഹിക്കുന്നെന്നും പറഞ്ഞിട്ട്. പിള്ളേര് പിന്നെ എന്തോ ചെയ്യാനാ? എടി നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഇതിപ്പം അത് കളിക്കണം, ഇത് കളിക്കണം, പന്തുരുട്ടണം, പാമ്പിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ തൊട്ടെ പിന്നാലെ കൂടി ഇരിക്കുവോ. ഞാനില്ല. അമ്മ എന്നൂടെ നീ അവിടെ പോയി തപ്പു. അല്ലെ ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം കഴിഞ്ഞ് തപ്പ. അത് പറ്റൂല, നമുക്കെല്ലാം കൂടെ ലുഡോ കളിക്കാണോ? ലുഡോയോ? വാ നമുക്ക് മേലെ പോയി നോക്കാം. മേലെ പോയി നോക്കാം. അമ്മയെ കുലുക്കി ഇടണം. നോക്കട്ടെ. ഇറങ്ങി വാ, പോയി. കണ്ട, ഇതാണ് എന്റെ അവസ്ഥ. ലളിത എന്തായി? നിന്റെ ഇളയ മോന്റെ സ്നേഹം കിട്ടി തുടങ്ങിയ? വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അമ്മ വരുന്നു. ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണെന്ന് അറിഞ്ഞേ. അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലമ്മ. ഈ പിള്ളേർ ആള് മാറി സ്നേഹിച്ചതിന്റെ ചെറിയൊരു കുഴപ്പം. ഓ, സുമേഷിന് ഇവളെക്കാൾ ഇഷ്ടം ആശയോട്, ശംഭുവിന് ആശയേക്കാൾ ഇഷ്ടം ഇവളോട് എന്നൊരു ആരോപണം ഉണ്ടായി. അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി. പിന്നെന്തിനാ പിള്ളേർ ആശയിട്ട് ഓടിങ്ങി നിന്ന്? ഓ, അത് സ്നേഹം കൊണ്ടായിരിക്കും അമ്മേ. സ്നേഹം. അമ്മാ വിശക്കുന്നമ്മ, വിശക്കുന്നെങ്കിൽ അവളെ അങ്ങോട്ട് തന്നേക്കാം, അവിടെ പോയിരുന്നു. ഇല്ല എനിക്കിന്ന് അമ്മ വാരി തന്നാ മതി. അയ്യടാ, നെട്ടക്കോല് പോലെ വളർന്നില്ലടാ, വാരി തരാനാ. പിന്നെ ഞാൻ ഇന്ന് അമ്മയെ സ്നേഹം കൊണ്ട് വീർപ്പ് കൂട്ടിക്കും. എടാ അത്രയ്ക്ക് അങ്ങോട്ട് ഓവറാക്കണ്ട, കുറച്ചുകൂടെ കുറച്ച്. എന്താണ് നീ കളിക്കുന്നവൻ? ചോറ് വാരിക്കോട്. ചോറെടുക്കാം അങ്ങോട്ട്. പിന്നെ അമ്മ, എനിക്ക് ദേഹനകാതെ പൈസ ഉണ്ടാക്കുന്ന പുതിയൊരു ഐഡിയ കിട്ടി. അത് അമ്മയുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് നിർബന്ധമായി. എന്താ ഐഡിയാടാ? ഐഡിയ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്ത് മരുന്നൊക്കെ കുത്തിവെക്കത്തില്ലേ? ഭ്രാന്ത് പിടിച്ചു ചേർക്ക. അമ്മ അതല്ല അമ്മ, വലിയ റിസ്ക് ഒന്നുമില്ല, കുറെ പൈസ കിട്ടും. ഇവിടെ ചെറുക്ക ചത്തുകൂടാതൊക്കെ അവന്റെ ഓരോ ഐഡിയ. അമ്മ എന്നെ പറഞ്ഞ എല്ലാ ഐഡിയകളെല്ലാം അമ്മ എടുത്തൊന്ന് പറയണമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ വേറെ എന്ത് ചെയ്യാൻ പറ്റും? എടേ ആ ചോറ് അവന് വാരിക്കോട്, ഇപ്പം മിണ്ടായിരിക്കട്ടെ. അത് കറക്റ്റ്. നല്ലോണം അങ്ങോട്ട് എല്ലാം കൂടെ ആ പപ്പടം കൂടെ അങ്ങോട്ട് പിടിച്ചു കൊടുക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, പല്ല് കൈ കൊള്ളരുത്. ഉള്ളതാ. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച. അമ്മക്ക് സന്തോഷായില്ലേ അമ്മ? അച്ഛമ്മക്ക് സന്തോഷായില്ലേ അച്ഛമ്മ? സന്തോഷമായി. പിന്നെ അച്ഛൻ്റെ അടുത്ത് തന്നെ ആരും പൈസ വയ്ക്കാത്തടത്തോളം കാലം അച്ഛൻ സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിലാണ്. ഓമനപുത്രൻ. എടാ എന്തോ വാടാ. എടാ ഉത്തമ, ഇപ്പൊ പിങ്കി അതന്നെ പറഞ്ഞ കളിയാക്കിയതോളൂ അച്ഛനെ. എന്തിനാ പിന്നെയും പിന്നെയും വന്നു? അത് ഉള്ളതല്ല, ഇനി പിണങ്ങി പോണ്ട കാര്യം എന്താണ്? തിന്നടാ, വാ തുറന്നു വിടും, ഉരുട്ടി ഉരുട്ടി കൊടുക്കണം. എന്താ അമ്മ ഒരു സന്തോഷമില്ലാത്ത രീതി കളിക്കുന്നത്? ഒന്നുമില്ലടാ, നല്ല കളി, അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്നും അല്ല, അമ്മയ്ക്ക് ഒരു ഉത്സാഹവും ഇല്ല. ഇതിപ്പോ ശംഭുവിന്റെ സ്നേഹം മാത്രം മതിയായിരുന്നോ? ഞങ്ങൾ രണ്ടാളും കൂടി വന്നോണ്ടാണ് അമ്മ ഇങ്ങനെ ഇരിക്കുന്നേ. ചുമ്മാ ആവശ്യമില്ലാത്തവരൊന്നും പറയല്ലേ.
എടി എനിക്കൊരു ക്ഷീണം പോലെ അതുകൊണ്ടാ. നമുക്ക് അമ്മയെ കൊണ്ടുപോയി കെടുത്തിട്ട് നമുക്ക് ചുറ്റി ഇരുന്ന് സമാധാനിപ്പിച്ചാലോ? അത്രയും ക്ഷീണമൊന്നും ഇല്ല, നമുക്ക് കളിക്കാം. കളിക്കാം. ഞാൻ നിങ്ങളോട് പറയണ്ടെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. എന്തോന്നമ്മ? പണ്ടത്തെ പോലെ നിങ്ങളുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് അച്ഛന് നല്ല വിഷമമുണ്ട്. ആണോ? എന്നിട്ട് അച്ഛനെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. കണ്ടാ തോന്നുന്നില്ല, എല്ലാം മനസ്സിൽ മൂടി വെച്ചോണ്ട് നടക്കുന്ന പ്രകൃതം അച്ഛൻ്റെ. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്നെക്കാളും നിങ്ങളുടെ സ്നേഹം ആവശ്യമുള്ളത് അച്ഛനാ. ചേടാ, ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? എനിക്കറിഞ്ഞൂടാ. ഇതിപ്പോ നമ്മള് 4 പേരായിരുന്നെങ്കിൽ 2 പേർക്ക് അമ്മയ്ക്കും 2 പേര് അച്ഛനും കൊടുത്ത് ബാലൻസ് ചെയ്യിപ്പിച്ച് സ്നേഹിക്കായിരുന്നു. എന്നാ നമുക്ക് രണ്ടുപേരും മാറി മാറി സ്നേഹിച്ചാലോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ലൂഡോ കളിച്ചിരിക്കണം അച്ഛന് നല്ല ആഗ്രഹമില്ലേന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ശരിക്കും അച്ഛന് ലൂഡോ വലിയ ഇഷ്ടമല്ലേ? നമുക്ക് അച്ഛനോട് പോയിരുന്ന് കളിക്കാം. നല്ല ഐഡിയ. ഓട് ഓട്. ആ, ഓട് ഓട്. വേഗം പോ.